നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ക്രൂരപീഡനങ്ങൾക്കും കാൽവരിയിലെ കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമേകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ സ്വയം ബലിയാവുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം നവീകരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന ലിയോ 14 മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ഈസ്റ്റർ വിദ്വേഷത്തെ പുറത്താക്കുകയും ഐക്യത്തെ വളർത്തുകയും ചെയ്യുകയാണ്. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഈസ്റ്റർ സന്ദേശം ലോകമാകെ വ്യാപിപ്പിക്കാൻ വിശുദ്ധരുടെ സമർപ്പണം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തും ദേവാലയങ്ങളിലും പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി കാൻഡിഡേറ്റ് സംഘടിപ്പിച്ചു. കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികൾ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത 4 സ്ഥാനാർത്ഥികളും വികസനത്തിലൂന്നിയ ശ്രദ്ധേയമായി. നാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളികളും വികസന ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും മത്സരാന്തരീക്ഷത്തെ ആവേശത്തിലാക്കിയ ഘട്ടത്തിലാണ് 4 പേരും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മനസ്സ് തുറന്നത്. LDF സ്ഥാനാർത്ഥി MP രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം എന്നിവരാണ് പ്രചാരണ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി പ്രസ് ക്ലബിലെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും അടുത്ത 5 വർഷത്തെ പ്രകടന പത്രികയുമായാണ് രണ്ടാമൂഴം തേടുന്ന മന്ത്രി കൂടിയായ MP രാജേഷ് എത്തിയത്. അത് കുട്ടനാട് ഒരു മുരടിച്ച ടൗണായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം പറയും. ഈ സ്ഥിതി മാറുന്നതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. ഒരു മികച്ച ഒരു ടൗണായി കുട്ടനാട് മാറുമ്പോൾ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക്, യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വ്യാപാരികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അതിനു പുറമെ തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ജംഗ്ഷനുകളും നവീകരിക്കും. ഇപ്പൊ നമ്മൾ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറങ്ങോട്ടുകര ജംഗ്ഷൻ നവീകരണം. ഇനി തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർത്തകളിൽ നിറഞ്ഞുനിന്ന സുസ്ഥിര തൃത്താല, എൻലൈറ്റ് സ്കോളർഷിപ്പ്, അൻപോട് തൃത്താല തുടങ്ങിയ തനത് പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയും MP രാജേഷ് വിശദീകരിച്ചു. തുടർന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ടായി. 2 തവണ തൃത്താലയെ പ്രതിനിധീകരിക്കുകയും 3-ാം അംഗത്തിൽ കാലിടറുകയും 4-ാം അംഗത്തിന് കച്ചമുറുക്കുകയും ചെയ്യുന്ന VT ബൽറാം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നു കൊണ്ട് ചെയ്ത വികസന കാര്യങ്ങൾ വിശദീകരിച്ചു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വിസ്തരിച്ചു. ഈ 5 വർഷത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ പോലും ഒരു പുതിയ തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതൊരു പക്ഷേ മറ്റ് MLA മാർക്കും കഴിയുമായിരിക്കും. ഇവിടുത്തെ 5 വർഷത്തെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് അവകാശപ്പെടുന്ന കോടികളേക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഒറ്റപ്പാലത്ത് അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഷൊർണൂരിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിന്റെ ആകെ വോള്യം, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1000 കോടി അവകാശപ്പെട്ടതിൽ 300 കോടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. മലപ്പുറത്തുനിന്ന് തൃത്താലയിൽ കന്യംഗത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വികസന രേഖയുമായാണ് പ്രസ് ക്ലബിലെത്തിയത്. തൃത്താലയിൽ ഇനിയും അടിസ്ഥാന വികസനം എത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടുകയാണെന്നും താൻ ജയിക്കുകയാണെങ്കിൽ MLAക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാവങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നിരവധി സ്കൂളുകളുടെ കെട്ടിടങ്ങൾ അങ്ങനെ ഉദ്ഘാടനം കിടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ ലാബ് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ജീവൻ അപകടത്തിലല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിൽ അഴിമതി, കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ വികസന മുരടിപ്പ്, ഇതൊക്കെയാണ് തൃത്താലയുടെ പര്യായം എന്ന് കാണാൻ സാധിക്കുന്നത്. സാംസ്കാരിക ബിംബങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തൃത്താലയിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറവും ബദൽ രാഷ്ട്രീയ വികസനമാണ് ചർച്ച ചെയ്തത്.
തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന തീവ്രവാദ ആക്ഷേപങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്നും തങ്ങളുടെ മുഖ്യശത്രു സംഘപരിവാറാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. 2009 പാർട്ടി രൂപീകരിക്കപ്പെട്ടതു മുതൽ പാർട്ടിയുടെ ബ്രാഞ്ച് പ്രസിഡന്റിൽ നിന്നും തുടങ്ങി അതിനുശേഷം നാഗലശ്ശേരി പഞ്ചായത്തിന്റെ പാർട്ടി പ്രസിഡന്റ്, പിന്നീട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്, അതിനുശേഷം 5 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പിന്നീട് നിലവിൽ 5 വർഷക്കാലമായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വവും നിർവഹിച്ചു പോവുകയാണ്. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരായ TVM അലി, C മൂസ പെരിങ്ങോട് എന്നിവർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CA ഇസ്മയിൽ, വീരഘു, AC ഗീവർ, KG സണ്ണി, മധു കൂറ്റനാട്, റഹീസ് പെരുമണ്ണൂർ, അൻവർ കൂടലൂർ, ശിവപ്രസാദ് തൃത്താല, ഷിബിൻ, ഉണ്ണികൃഷ്ണൻ, അഷ്റഫ് ആറങ്ങോട്ടുകര തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താലയിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഹിന്ദുവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെന്ന തൃത്താല മണ്ഡലം NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ഇഫ്താർ ക്യാമ്പിലും ഹജ്ജ് ക്യാമ്പിലും പോകാൻ മത്സരിക്കുന്ന ഇരുവരും തിരുനാവായിൽ നടന്ന കുംഭമേളയെ അവഗണിച്ചത് ആരെ പേടിച്ചെന്നും അദ്ദേഹം ചോദിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പൊതുജനങ്ങൾക്കായി തൃത്താലയിലെ 8 പഞ്ചായത്തുകളിലും MLA ഓഫീസിന് സമാനമായ ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. യുവാക്കൾക്കായി 6 മാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വികസന വാഗ്ദാനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മാത്രമല്ല, തൃത്താലയിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളും ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചോളം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായ സമയത്ത് യുവതികളെ സ്ത്രീ പ്രവേശനത്തിന് വിഷയം ഉണ്ടായപ്പോൾ 2 കൂട്ടരും അതിന് അനുകൂലമായ നിലപാടെടുത്തവരാണ്. ശബരിമലയുടെ ആചാരങ്ങളെ സംരക്ഷിക്കാനോ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനോ അവരൊരിക്കലും തയ്യാറായിട്ടില്ല. ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ് 2 പേരും. അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ CPMന്റെ സ്ഥാനാർത്ഥിയും ആ രീതിയിൽ തന്നെയാണ്. ബീഫ് ഫെസ്റ്റ് നടത്തിയ ആൾക്കാരാണ്, അയ്യപ്പനെ അപമാനിച്ച ആൾക്കാരാണ്, ആ പ്രസ്ഥാനത്തോട് കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണ് 2 പേരും. അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ തുറന്നു കാട്ടും. UDFന്റെ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കാത്തത്? SDPയുടെ ഇഫ്താർ ക്യാമ്പിലേക്ക് പോകാൻ മത്സരിക്കുന്ന ഇവര്, ഹജ്ജ് ക്യാമ്പിലേക്ക് പോകാൻ മത്സരിക്കുന്ന ആൾക്കാർ, സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ മത്സരിക്കുന്ന ആൾക്കാർ, എന്തുകൊണ്ടാണ് അവര് തിരുനാവായിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാതിരുന്നത്? ആരെയാണ് അവർ ഭയക്കുന്നത്? അതോ ഹൈന്ദവ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നാണ് അവരുന്ന് ഹിന്ദുവിരുദ്ധ നിലപാടുകൾ? അവർ ശബരിമലയുടെ വിഷയത്തിൽ ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്നു, കുംഭമേളയുടെ വിഷയത്തിൽ ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്നു, സാംസ്കാരിക കേന്ദ്രങ്ങൾ അക്കിത്തത്തിന്റെ സ്മാരകം പണിയുന്ന വിഷയത്തിൽ അത് സാംസ്കാരിക വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ട് എന്നതാണ്. മാത്രമല്ല, ഇവിടുത്തെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇവർ വലിയ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നാണ് പറയുന്നത്. തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ ശ്രദ്ധേയമാവുകയാണ് MB രാജേഷിന്റെ പ്രകടന പത്രിക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി MB രാജേഷ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച 2 പുസ്തകങ്ങൾ വീട്ടമ്മമാർക്കിടയിലും വോട്ടർമാർക്കിടയിലും വലിയ ചർച്ചയാവുകയാണ്. MB രാജേഷ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പദ്ധതികളുടെ പൂർണ്ണവിവരങ്ങൾ നൽകുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ടെങ്കിൽ അടുത്ത 5 വർഷം ഇനി എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. കഴിഞ്ഞ 5 വർഷം തൃത്താലയെ സംബന്ധിച്ച് വികസനത്തിന്റെ സമ്പൂർണ്ണ കാലമായിരുന്നുവെന്നും 577 പദ്ധതികളിലായി 1152.5 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ച ശേഷമാണ് അടുത്ത 5 വർഷത്തെ പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയതെന്നും ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പ്രകടന പത്രിക തുടങ്ങിയത്. കൃഷി, ആയുർവേദം, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം, ഉന്നതികളുടെ വികസനം, വനിതാക്ഷേമം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന പ്രകടന പത്രിക 5 വർഷത്തേക്കുള്ള വികസന തൃത്താലയെയാണ് വിഭാവനം ചെയ്യുന്നത്. ലോകശ്രദ്ധ നേടിയ സുസ്ഥിര തൃത്താല പദ്ധതി തുടരും. നിളയുടെ പൈതൃകം ഉപയോഗപ്പെടുത്തി ടൂറിസം മേഖലയെ വികസിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വെള്ളിയാങ്കല്ല്, ഭാരതപ്പുഴയുടെ തീരം, കായലുകൾ എന്നിവയെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് വികസിപ്പിക്കും. കാങ്കപ്പുഴയും പട്ടാമ്പിപ്പാലവും നൈറ്റ് ടൂറിസം ഡെസ്റ്റിനേഷനുകളുമാക്കി മാറ്റും. ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ സമഗ്ര കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കും. പ്രവാസികളുടെ അറിവും അനുഭവ സമ്പത്തും നാടിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താൻ തൃത്താല ഇൻവെസ്റ്റ്മെന്റ് കോറിഡോർ സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. വികസനം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്നും മാറ്റുമറിഞ്ഞ തൃത്താല കാലം തുടരുമെന്നും MB രാജേഷ് പറഞ്ഞു.
അത് കുട്ടനാട് ഒരു മുരടിച്ച ടൗണായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം പറയും. ഈ സ്ഥിതി മാറുന്നതിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. ഒരു മികച്ച ഒരു ടൗണായി കുട്ടനാട് മാറുമ്പോൾ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക്, യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വ്യാപാരികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അതിനു പുറമെ തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ജംഗ്ഷനുകളും നൽകുകയും ഇപ്പൊ നമ്മൾ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറങ്ങോട്ടുകര ജംഗ്ഷൻ നവീകരണം, ഇനി തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ റോഡുകൾ പുതുതായിട്ട് 160 ഉണ്ടാക്കി. ഈ 5 വർഷം കൊണ്ട് 241 ഗ്രാമീണ റോഡ് ഉണ്ടാക്കി. ഇനി അത്രയും ഉണ്ടാക്കേണ്ടി വരില്ല എന്നതുകൊണ്ടാണ് 160 എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് തുറന്നു നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ വീണ്ടും എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി 661 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടി. 2ാം തവണയാണ് ഇയാളെ കഞ്ചാവുമായി പിടികൂടുന്നത്. പട്ടാമ്പി എക്സൈസ് പട്ടാമ്പിയിലെ വിവിധ ഭാഗങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിലാണ് 661 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടിയത്. ചെറിയ പൊതികളിലാക്കി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കഞ്ചാവ് കൈവശം വെച്ച് കടത്തിയ കുറ്റത്തിന് പട്ടാമ്പി നിരാശുപത്രിക്ക് സമീപം താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി കരീം സേഖിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് 39 വയസ്സാണ്. ഇയാൾ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി പരാതി ലഭിച്ചിരുന്നു. ഒരാഴ്ച മുമ്പും ഇവിടെ നടത്തിയ റെയ്ഡിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു. സ്ഥിരമായി കഞ്ചാവിനായി ഇയാളെ സമീപിച്ചിരുന്ന ആളുകളെയും വിദ്യാർത്ഥികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്നും ശേഖരിച്ചതായും അവരെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പി അനീഷ് മോഹൻ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വസന്തകുമാർ, സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എന്നിവരും പങ്കെടുത്തു. ഷൊർണൂർ വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വീണ്ടും ബൈക്ക് മോഷണം. പൊയ്തൂർ സ്വദേശിയുടെ ബൈക്കാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് കഴിഞ്ഞ ദിവസം നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മോഷണം പോയത്. പൊയിലൂർ പൂവങ്കുഴി വീട്ടിൽ സിദ്ദിഖ് അക്ബറിന്റെ KL 51C 4818 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഹീറോ ഹോണ്ട പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. രാവിലെ ട്രെയിൻ പോകുവാനായി ബൈക്ക് ഇവിടെ നിർത്തിയിട്ടതായിരുന്നു. വൈകിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ബൈക്ക് കാണാതായത്. സമീപത്തെല്ലാം അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബൈക്ക് മോഷണം പോകുന്നത് ആദ്യ സംഭവമല്ല. നേരത്തെയും ഇവിടെ നിർത്തിയിട്ട ബൈക്കുകൾ മോഷണം പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനും തുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 4 മാസം മുമ്പാണ് തന്റെ ബൈക്ക് ഇവിടെ നിന്ന് മോഷണം പോയതെന്ന് സമീപവാസിയായ നൌഫലും പറഞ്ഞു. കാര്യക്ഷമമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മെയിനായിട്ട് മോഷ്ടിക്കുന്ന ആളുകൾക്ക് വലിയൊരു സഹായം മാറുന്നത് ഇപ്പോൾ നമ്മളെ റെയിൽവേ അധികാരികളിലൂടെ CCTV സ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരമായി മാറിയിരുന്നു. അപ്പോൾ റെയിൽവേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം CCTV വെക്കണം. അപ്പോൾ റെയിൽവേ ഒക്കെ അത്യാവശ്യം എല്ലായിടത്തും നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ഇവിടെ CCTV വെച്ച് പൊതുജനങ്ങൾക്ക് വലിയൊരു സഹായം മാറുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു വിധം എന്തായാലും മോഷണങ്ങളൊക്കെ ഒന്ന് കമ്മി മാറും ആളുകൾ. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനായതിനാൽ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ് വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ. നിരവധി ആളുകൾ ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ നിർത്തിയാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ മോഷണം തുടർക്കഥയാകുമ്പോൾ യാത്രക്കാരെല്ലാം ആശങ്കയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശകരമായി മുന്നേറുന്നതിനിടെ കൂറ്റനാട് പെരിങ്ങോട് റോഡിൽ LDF സ്ഥാനാർത്ഥി MB രാജേഷിന്റെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ട നിലയിൽ. സ്വകാര്യ വ്യക്തികളുടെ മതിലുകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നതെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളിലെ കണ്ണുകളും ചുണ്ടുകളും മനഃപൂർവ്വം കീറി വികൃതമാക്കിയ നിലയിലാണ് സംഭവം. വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. വ്യക്തിപരമായ അധിക്ഷേപവും രാഷ്ട്രീയ വിദ്വേഷവുമാണ് ഇതിന് പിന്നിലെന്ന് പ്രവർത്തകർ പറഞ്ഞു. സംഭവത്തിൽ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ജനാധിപത്യപരമായ മത്സരത്തെ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ നേരിടുന്നതിനെതിരെ പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രാദേശിക നേതൃത്വം. CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. സഹപ്രവർത്തകരുടെയും സുഹൃത്ത് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിലെ അമ്മമാർക്കൊപ്പമാണ് ഗിസ്റ്റോ ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചത്.
അനുസ്മരണ ചടങ്ങിൽ CCTV ചീഫ് ന്യൂസ് എഡിറ്റർ PS ടോണി അധ്യക്ഷനായി. സീനിയർ ന്യൂസ് എഡിറ്റർമാരായ രമ്യ സനിൽ, നിഷ നവീൻ, സീനിയർ റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ, ഓൺലൈൻ എഡിറ്റർ ടെസ്നി ബിജു, സഹപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ സാജൻ ആന്റണി, മനീഷ് ഡേവിഡ്, കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ വാപ്പനു വി മുഹമ്മദ്, അക്കൌണ്ട് ഇൻചാർജ് ഭാഗ്യശ്രീ തിലകൻ എന്നിവർ സംസാരിച്ചു. പ്രായത്തിന്റെ അവശതകൾ മറന്ന ട്രസ്റ്റിലെ അന്തേവാസികളായ വിലാസിനിയമ്മ, ശകുന്തള, സെലീന എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് ട്രസ്റ്റ് അന്തേവാസികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് ഗിസ്റ്റോ ജോസിന്റെ ഓർമ്മയ്ക്കായി ഒരുക്കിയ സ്നേഹവിരുന്നിലും പങ്കെടുത്തു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ 2022 ഏപ്രിൽ 5-നായിരുന്നു ഗിസ്റ്റോ ജോസിന്റെ വിയോഗം. കോടതി വിധിയുണ്ടായിട്ടും സെമിത്തേരിയിലെ പ്രാർത്ഥന തടഞ്ഞ് നീതി നിഷേധിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവു പറഞ്ഞു. അതേസമയം ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞം ഈസ്റ്റർ ദിനത്തിലും തുടർന്നു. എറണാകുളം നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പു പെരുന്നാൾ സന്ദേശം നൽകവെയാണ് ബാവ ചാലിശ്ശേരിയിലെ വിഷയത്തിൽ പ്രതികരിച്ചത്. പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതയാണെന്നും സർക്കാർ ഇറക്കിയ സെമിത്തേരി ബില്ലിന്റെ ലംഘനമാണെന്നും ഇത്തരം നീതിനിഷേധ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ മാതൃദേവാലയത്തിലെ കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ പെസഹ വ്യാഴം മുതൽ ആരംഭിച്ച പ്രാർത്ഥനായജ്ഞമാണ് 4ാം ദിനവും തുടരുന്നത്. ശനിയാഴ്ച രാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലെത്തി. ഇടവകാംഗം ജേക്കബ് ചാലിശ്ശേരി, കോർ എപ്പിസ്കോപ്പ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ എന്നിവർ മരിച്ച വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. എന്ത് ത്യാഗങ്ങൾ സഹിച്ചും പൂർവികർ കാണിച്ചു തന്ന പരിശുദ്ധ അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതിജ്ഞ ചൊല്ലി. ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, ഇടവക വികാരി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം CU രാജൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃത്താല ഗവൺമെന്റ് കോളേജിൽ ഏറ്റവും പുതിയ കോഴ്സുകൾ ആരംഭിക്കുക, പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കുക തുടങ്ങിയ തൃത്താലയുടെ ഭാവി വികസന പദ്ധതികൾ പങ്കുവച്ച് UDF സ്ഥാനാർത്ഥി VT ബൽറാം. ചാലിശ്ശേരി CHCയെ താലൂക്ക് നിലവാരത്തിലുള്ള ആശുപത്രിയായി ഉയർത്തുമെന്നും തൃത്താല സർക്കാർ ആശുപത്രിയെ CHC ആയി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണെടുപ്പും കുന്നിടിക്കലും തൃത്താലയുടെ സ്വാഭാവിക ഭൂപ്രകൃതിയെ ഇനി തിരിച്ചു വരാനാവാത്ത വിധം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതായും VT ബൽറാം ആരോപിച്ചു. ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും യഥാർത്ഥത്തിൽ പലരുടെയും ശത്രുപക്ഷത്ത് ഞാൻ വരികയും ചെയ്ത ഒരു കാരണം ഞാൻ ഇവിടുത്തെ മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ചില ആർജവപൂർവമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൃത്താലയുടെ ഭൂപ്രകൃതി പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. വ്യാപകമായ കുന്നിടിക്കലും മണ്ണെടുപ്പും ക്വാറിയിങ്ങും ഈ തൃത്താലയുടെ ഭൂപ്രകൃതിയെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. സുസ്ഥിര തൃത്താല എന്ന് പറയുന്ന വാക്കിനോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്താൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒട്ടും ദീർഘവീക്ഷണപരമല്ലാത്ത, ഒട്ടും പ്രകൃതി സൗഹൃദമല്ലാത്ത തരത്തിലുള്ള നശീകരണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലത്ത് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ ഒത്താശയോടുകൂടി ഈ തൃത്താല മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രാദേശിക വാർത്തകൾ ചെയ്യുന്നതാണ്. തിരുവറ്റക്കോട് പഞ്ചായത്തിലാവട്ടെ, നാഗലശ്ശേരി പഞ്ചായത്തിലാവട്ടെ, കപ്പൂർ പഞ്ചായത്തിലാവട്ടെ, അവിടെയൊക്കെ വലിയ ജനകീയ പ്രതിഷേധങ്ങളടക്കം ഉയർന്നു വരികയാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആശയത്തെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പേരിട്ടൊരു പരിപാടി നടത്തുമ്പോൾ അതിനോട് എനിക്ക് വിയോജിപ്പ് പറയേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറുഭാഗത്ത് തൃത്താലയുടെ മണ്ണും പ്രകൃതിയും വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക എന്നുള്ളതാണ്.
പട്ടാമ്പിയിൽ മദ്യപിച്ച് ബൈക്ക് ഓടിച്ച് അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പിയിൽ മദ്യപിച്ച് അമിതവേഗതയിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച് സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആറങ്ങോട്ടുകര പറമ്പിൽ വീട്ടിൽ ദിവാകരനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ മരുതൂർ മൊടവന്നൂർ സ്വദേശിനി സുനിതയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിലായിരുന്നു അപകടം സംഭവിച്ചത്. മരുതൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സുനിതയുടെ സ്കൂട്ടറിൽ എതിരെ വരികയായിരുന്ന ദിവാകരൻ ഓടിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നു. പ്രതി മദ്യപിച്ച് അമിതവേഗതയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ പരിക്കുപറ്റിയ സുനിതയെ പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വധശ്രമമാണ് സ്കൂട്ടർ ഓടിച്ചിരുന്ന ദിവാകരനെതിരെ എടുത്തിരിക്കുന്നത്. പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നാളെ ആരംഭിക്കും. യജ്ഞവേദിയിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയോടെ അകമ്പടിയോടെ യജ്ഞവേദിയിലേക്ക് എത്തിച്ചു. പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ ഏപ്രിൽ 6 മുതലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുന്നത്. യജ്ഞവേദിയിൽ സ്ഥാപിക്കുവാനുള്ള കൃഷ്ണവിഗ്രഹം പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് കൊണ്ടുപോയത്. വിഗ്രഹ ഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നാളെ വൈകിട്ട് ആചാര്യവരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. കലിയത്തെ പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജ ശ്രീഹരി നമ്പൂതിരി, മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. യജ്ഞത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. കലാനിറക്കലും ആരംഭിച്ചു. വി ശശികുമാർ, യു പി രഞ്ജിത് കുമാർ, വി പി രവീന്ദ്രൻ, മുരളി പെരുമുടിയൂർ, കെ ഗോപാലകൃഷ്ണൻ, പി പരമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.